അത്ര അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകുന്നു. അവിടെ അവർ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് സ്പേസ് ഇല്ല. കാണുന്നില്ല. हो गया, बस हो गया।
അവിടെ ഇച്ചിരി പണിയുണ്ട് ഓക്കെ ഇല്ല 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 ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവോടുകൂടെ സ്ത്രീകളിൽ അവർ വിധിക്കപ്പെട്ടവരാകുന്നു. അങ്ങോട്ട് പുറത്തിൽ ഫലമായി ഈശോയോട് വിധിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ നാമമാകുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ കുടുംബത്തിലെ ആത്മാക്കൾക്ക് തമ്പുരാനുണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാകരുത്. ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവിനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യവിശ്വാസികളുടെ ആത്മാക്കളിൽ തമ്പുരാന്റെ മനോഹരത്താൽ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരിശുദ്ധമാതാവിന്റെ ശിക്ഷായി ഭഗവാൻ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ബുദ്ധിയോടും ശുദ്ധിയോടുകൂടെ ചെയ്യുന്നതിന് കർത്താവെ എന്നെ സഹായിക്കുന്നു. വിശ്വാസപ്രമാണം ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവസനാന്റെ കാലത്ത് മരിച്ചടക്കപ്പെട്ടു. സാധാരണയായി മരിച്ചവരുടെ മൂന്നാം ലക്ഷം സ്വർഗത്തിലേക്ക് സമർപ്പിക്കുന്നതായ ദൈവത്തിനാണ് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ ലഭിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഭൂമിയും പുരാമാനേതിലും പാപങ്ങളുടെ വാദനത്തിലും ശരീരത്തിന്റെ ഇടത്തിലും ബുദ്ധിമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ നഗരായിരിക്കുന്ന പരിശുദ്ധമറിയമേ, ഞങ്ങളുടെ വിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ കുറിച്ചുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിരീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണത്തോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിരീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിരീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണത്തിലേക്കും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാകരുത്, ഉണ്മയിലും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി
ജീവൻ നൽകി മഹോന്നതമാൻ സഭയുടെ നാട്ടിൽ ചേർക്കണം. ആകാശത്തിലും ഭൂമിയിലും കുതിരായ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മരിച്ചവരായി കടലുയർത്തുകയും ദുഃഖജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന മഹത്വപൂർണമായ ഒരു ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജനാൾ കൊടുക്കുന്ന സർവരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സഹോദരൻ നിന്റെ കൃപയും നൽകുകയും നിരന്തരം വസിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആകസ്മികമായ അന്ത്യാചരണ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനുഭവിക്കുന്ന പാടുകളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീർ ഞങ്ങൾ ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൗന്ദര്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിലും ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിനും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം കൊൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പപോലെ വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം കൊൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂജയും ചെയ്യുന്നതുകൊണ്ടെന്നാൽ നീ ആകാശത്തിലും ഭൂമിയിലും രാജാവും ജീവന്റെയും മനസ്സിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദപ്പെടുവാനിടുവാൻ ദാസവരമിന്നരുളേണം. വിശ്വാസമാകുന്നു വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേവും. വാഴ്ത്തിപ്പാടി നമിക്കുന്നു വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ മഹിലേശ. മനുഷ്യരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരാകുവാനുള്ള ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മനുഷ്യർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എഴുന്നേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്ന കർത്താവിന്റെ കൂടെ അയക്കുകയും ചെയ്യുമാകിയ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ അറിയിച്ച എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചോടെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അവൻ നിത്യജീവിതനാവുകയില്ല, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്നോട് ഞാൻ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ ഉടനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങളത് വിസ്മയിക്കേണ്ട. എന്ന് പറഞ്ഞാൽ തകരയുള്ളവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ ഉയർത്തലും നന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തലുമായി പുറത്തു വരും.
മുഖമായ ഒരു മരണത്തിന് മുമ്പില് അതേസമയം വിശുദ്ധപൂർണമായ ജീവിതം വിശുദ്ധമായി മരിക്കുവാൻ സാധിച്ച നല്ലൊരു മരണത്തിന് മുമ്പില് ഈ മൃതസംസ്കാര ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ദുഃഖാർത്ഥരായ അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇവിടെ എല്ലാവരുടെയും പേരിൽ ഇടവക സമൂഹത്തിന്റെ പേരിലും പ്രത്യേകമായിട്ടുള്ള അനുശോചനം പ്രാർത്ഥനാപൂർവം ആത്മനെ നേരുകയാണ്. തീർച്ചയായും ചേട്ടൻ എന്നുള്ളത് ഈ പ്രദേശത്തുകാർക്ക് തൊണ്ടിയിലും കൊളക്കാടുമൊക്കെയുള്ള എല്ലാവർക്കും സുപരിചിതമായ നാമമാണ്. കുടിയേറ്റത്തിന്റെ ആരംഭ കാലഘട്ടം മുതൽ പേരാവൂരും കൊളക്കാടുമൊക്കെയായി മാതൃകാപരമായി ജീവിതം നയിച്ച് 4 മക്കളെയും നല്ലവരായി വളർത്തി തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റി കഴിഞ്ഞ കുറച്ച് നാളുകളായി വിശ്രമ ജീവിതം നയിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഇപ്രകാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി രോഗാവസ്ഥയിലായി മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയും ഒക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ വളരെ ക്ഷീണിതനായി അദ്ദേഹം ആയിരിക്കുകയായിരുന്നു. എങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം, പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. അതിനു മുമ്പും പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ളപ്പോഴും ഇടവയെ കുറിച്ചും ഇടവയുടെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ആദ്യം മുതലുണ്ടായിരുന്ന ആളെന്നുള്ള രീതിയിൽ വ്യക്തമായ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതോടൊപ്പം തന്നെ കാഴ്ചപ്പാടുകളും ഒക്കെയുണ്ട്. തുടക്കം മുതൽ ഞാൻ മനസ്സിലാക്കിയതോളം ഇടവക സംവിധാനങ്ങളോടും സഭയോട് ചേർന്ന് ജീവിക്കുന്ന നല്ല ഒരു മാതൃകാപരമായ ജീവിതമായിരുന്നു ഈ ചേട്ടൻ്റേത്. അമ്മച്ചയും അതുപോലെ തന്നെ തീർത്ഥപതിയായി അപ്പച്ചനോടൊപ്പം മുടങ്ങാതെ പറ്റുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയിലൊക്കെ വന്ന് മറ്റു പ്രാർത്ഥനാ കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന രീതിയായിരുന്നു എന്ന് നമുക്കറിയാം. 4 മക്കളെയും അവരും അവരായിരിക്കുന്നിടങ്ങളിൽ നല്ല രീതിയിൽ ജീവിക്കുന്നത് മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതമാണ്. അതോടൊപ്പം നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. തൊണ്ടിയിലൊക്കെ ദീർഘകാലം ബിസിനസ്സൊക്കെ ആയിട്ടും അപ്പൊ അങ്ങനെ അവിടെയും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അതുപോലെ എല്ലാ പ്രദേശത്തിലുള്ള ആൾക്കാരുമായിട്ട്. അപ്പൊ അങ്ങനെ തികച്ചും ആകസ്മികമായ ഒരു മരണത്തിന് മുമ്പിലായിരിക്കുമ്പോൾ മരണം തീർച്ചയായും എല്ലാവർക്കും വേദന ഉളവാക്കുന്നതാണ്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക്. ഞാൻ വിചാരിക്കുന്ന വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിൽ നിൽക്കുമ്പോൾ ഈ മരണത്തില് നമ്മൾ ദുഃഖിക്കുന്നതിൽ അപ്പുറം ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു സമയം വലിയ ആഴ്ചയിലേക്ക് അടുത്ത് ഒരുങ്ങുന്ന സന്ദർഭത്തില് നന്നായിട്ട് ഒരുങ്ങി പ്രകാശങ്ങളൊക്കെ സ്വീകരിച്ച് നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെടുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് സാധിച്ചു എന്നതോർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കൂടുതൽ സകല വഴികളിലേക്ക് പോകാതെ ഈ ലോക ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സഹനങ്ങളും എല്ലാം നല്ല ദൈവം സംതൃപ്തനായിക്കൊണ്ട് അദ്ദേഹത്തെ നിത്യസമ്മാനത്തിനായി വിളിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാട് അമ്മച്ചിക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് സന്തോഷത്തോടെ ഈ മരണത്തെ സ്വീകരിക്കാം. അതോടൊപ്പം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുവാൻ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട് വിശ്വസിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മരണം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ നമ്മൾ ജീവിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതുപോലെ യാത്ര പറയേണ്ടവരാണ്. ഓരോ മരണവും നമുക്ക് നൽകുന്ന സന്ദേശം നാം ഓരോരുത്തരും എപ്പോഴും ഒരുക്കമുള്ളവരായി തീരണം. കർത്താവിന്റെ തിരുമരണത്തെ കുറിച്ചൊക്കെ കസകായിക്കും തിരുമരണത്തിനും ഒക്കെയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെയും നിത്യജീവിതത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഒക്കെ ചിന്തിക്കുവാനും ചേട്ടൻ മുഖമായ ഭാഷയിൽ ഇവിടെ ഈ ശോഭനത്തിലായിരുന്നു നമ്മളോട് പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് വിളിക്കുമ്പോൾ ഇതാ ഞാൻ വരുന്നു എന്ന് ഒരുക്കത്തോടെ എപ്പോഴും മുന്നോട്ട് പോകുവാനുള്ള തയ്യാറെടുപ്പോടെ വേണം ജീവിക്കുക എന്നുള്ളതാണ്. ഉയർപ്പ് തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു ചിന്തയും കാഴ്ചപ്പാടും അത് തന്നെയാണ്.
അപ്രകാരം ഈ തിരുക്രമങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാനും അതോടൊപ്പം ജീവിതകാലത്ത് എന്തെങ്കിലും പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മുടെ പരിഹാര പ്രവൃത്തികൾ ആത്മശാന്തിക്ക് നിദാനമാക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഞാനിവിടെ സംസാരിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല. അത്യാവശ്യം നമുക്ക് അടുത്ത് ശ്രദ്ധിച്ചാൽ തിരിയാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. എപ്പോഴും പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ തീർത്ഥാടനവും ചില അഭിന്ന പിതാവ് ഇതിലെ തീർത്ഥാടനമായിട്ട് താഴെ കൂടെ പോകുന്ന കാര്യമൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു. അദ്ദേഹം അതിന്റെ ഒരു സംതൃപ്തി അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രകടിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. ഈ സന്ദർഭത്തിൽ തിരക്കിനിടയിൽ ഈ കുടുംബാംഗങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് വന്ന വലിയ ബഹുമാനപ്പെട്ട ഭരണവികാരിച്ചനും പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. അനന്താരത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താനിയുടെ അതുല്യമായ ആത്മാവിനെ നിത്യാനന്ദപരമാക്കി സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമായ ജീവിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലത്തിന്റെ അമൂല്യമായ രക്തം ചെഞ്ചി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷണിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി ഈ ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രതിയായി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആഫറിന്റെ മരണത്തിൽ സ്വയം കണ്ണീർ മിശിഹായി കരയിലുള്ള കണ്ണീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നവനുമായ മിശിഹായി നിന്റെ ദാസന്റെ പാപങ്ങൾ കൊടുക്കുകയും അയാളുടെ കുടുംബങ്ങളെയും താർക്കക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും ജനിച്ചവനും നാശിക്കപ്പെടാത്തവനും വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും നിന്റെ മകനീയമായ പ്രിയത്തിനെ അങ്ങനെ സഹായിക്കട്ടെ. ജീവന്റെ നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുതരാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാലവും ആത്മാവും പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മരണം വരുമൊരു നാൾ
ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ. മർത്യാനീ എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാക്കി മറിഞ്ഞിളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളൂ പേടി വളർത്തുന്നു സാത്താനിറയും മഴയോടെ സതതമലർത്തുന്നു. ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായപ്പെട്ടു വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മന്ത്രോപസ്കാരം അർപ്പിക്കാനുള്ള സമയമാണ്. നമ്മുടെ ക്ഷേത്രനായ ജനപ്രതിനിധി ജോസഫ് സാറ് അമേറിന്റെയും ഈ നാടിന്റെയും വീടിന്റെയും ഭയങ്കരനായിരുന്നു തിരിഞ്ഞെടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് ഇടവക സമൂഹത്തിന്റെയും വാർത്താട് തൊണ്ടിയും ഇടവക സമൂഹത്തിന്റെയും വലിയ സ്നേഹനിധിയായിരുന്നു അദ്ദേഹം. എനിക്കും ജനപ്രതി എന്നതിൽ വലിയ കൈകളിൽ സ്നേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞാൻ പങ്കുചേരുന്നു, പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. കുടുംബാംഗങ്ങൾക്ക് അന്തോപസ്കാരം അർപ്പിക്കാം. ബാക്കിയുള്ളവർക്ക് സമയത്തുള്ള സൗകര്യം ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് പോകുവാനുള്ള ക്രമീകരണങ്ങൾ എല്ലാവരും നിങ്ങളെ നോക്കി നിൽക്കാതെ പള്ളിയിലേക്ക് പോകുന്ന തോന്നിയത് പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇറങ്ങി പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിഷ്പ്രഭമാകും ഉന്നതമാത്രേ പ്രാപിപ്പതിന. നീയൊന്നും നിലനിൽക്കുന്നു പോയി മറയും നീ ശരഭംഗുരമാ ലോക
രാജ്യം നേടാൻ
അതിന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ വൈദ്യുതമായ ഒരു കാര്യങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മനോഹരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ജീവികളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് ഭൂതാശകളെ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാഠകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സമതലയിലേക്ക് പോകാം. തരം പുറത്തിറങ്ങി കുരിശിന്റെ പിന്നാലെ എല്ലാം. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ.
എന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനോവിധനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായ മുദ്രിതവും വിശുദ്ധ കുർബാനയിൽ പരിവിഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് എന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സ്വഭാവയുടെ നീനെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടത്തെ പൗത്രീകരിക്കണമേ. പരിശുദ്ധാത്മാവിനും സ്തുതി. തിരിച്ചുപടിയായ രക്ഷിച്ചപുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നയിക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളു. നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടി അവസാന വിധി ദിവസം എന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഭൂതാശകൾ അച്ഛനായ ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയം കുടുംബാംഗങ്ങൾ കുറച്ചു നേരം അടുത്തൊന്ന് മാറി നിൽക്കുകയും ചെയ്യുക. 2 ലൈനായിട്ട് വന്ന് ദിവസങ്ങളിലേക്കും ആദരവർപ്പിച്ച് പ്രാർത്ഥിച്ചു പോവുക. കർത്താവിനെ പ്രത്യേകം മഹിമയുടെ അന്തിമ വിധി നാളിൽ
കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവർ വലമ്പേ ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്ന ഭരവയും നീ നൽകണമേ മൃതനായുസം. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നോടെ നാഥാനി തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ആദ്യമുതലെന്നേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മുഖ്യ ശരീരങ്ങൾ കൊത്താനം നീയുന്നു. ആത്മാവും ശിക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പുറത്തു കൊടുത്ത മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോട് സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. പരിശുദ്ധീകരിപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം മിന്നി വിളങ്ങും മുഖമൊടുകല്ലേൽക്കും മനുഷ്യനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കാലാദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചുകേർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം ഇപ്പോഴും ചെയ്യുന്നു. എനിക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാവങ്ങൾ മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യും. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുരന്നേക്കുവാമേ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചുകേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീപുരുഷന്മാരന്തമേലാം ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൂന്നാം ദിവസം ജീവൻ തേടി ജീവരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ അവമാ ഉത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോയും ധരണിതനായി വരുമീധരയിൽ കുരിശിൻ പ്രതയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൻ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി ആഗമ ദിവസം പാർത്തുകളിപ്പോ. യജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ മൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകളിപ്പോ. നിശ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാനി നിൽക്കുന്നു. ഓശാനകളായെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലെ വിജയമണിഞ്ഞോരുന്നതർവനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാത്തിയൊരുങ്ങി സമലംകൃതരായി വരുവിൻ വരുവിൻ നൃപനെ മുറപോൽ എതിരേൽപ്പതിനാ. പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർക്കാത്തിനിയും നൈരാശ്യമോടെ ഗുണമായി കേൾക്കാൻ പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. തിരുലിഖിതങ്ങൾ വായിച്ചവരൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സജീവവും ജീവദായകവുമായ സത്യത്താൽ ലാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ സത്യം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ എന്റെ ദാസനെ വിളിക്കുന്നതിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറകുന്നവനും കരുണ
ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമായ ഓർസലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തെ അംഗത്തെ നിഗമിക്കുകയും പ്രസംസ്കാരം സഹരിച്ചയാളെ ബഹുമാനിക്കുകയും ഞങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം ഞങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്നത്തെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അപ്പച്ചനെ ആദരിക്കുകയും പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. തുടർന്നും അപ്പച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒപ്പം കുടുംബാംഗങ്ങൾക്ക്. മര്യാദ ഒന്ന് പിടിച്ചു കൊടുക്കണം. നേരെ പിറ്റേ വരെ അതുപോലെ ഞാൻ പിടിച്ചിരുന്നു പുള്ളിയുടെ